ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് തജ്വീദുൽ ഖുർആനിലെ അൽ വഹദു റാബിയ അഷ്റ 14ാമത്തെ പാഠം. തജ്വീദുൽ ഖുർആനിലെ അവസാനത്തെ പാഠഭാഗം കൂടിയാണ്. എന്താണ്? സാദത്തുഹും ഈമാനൻ, അവര് ഈമാൻ വർദ്ധിക്കട്ടെ എന്നർത്ഥം വരുന്ന പാഠാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉപ്പയും ഉമ്മയും സഹോദരങ്ങളുമെല്ലാം അന്ന് വീട്ടിലുണ്ട്. ഹിഫ്ലിന് പഠിക്കുന്ന റാഷിദ് മോൻ ലീവിന് നാട്ടിൽ വരുന്ന ദിവസമാണ്. വീട്ടിൽ വന്നാൽ ഖുർആനുമായി ബന്ധപ്പെട്ട ധാരാളം അറിവുകൾ റാഷിദ് വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. ഇന്ന് ചില സൂറത്തുകളുടെ മഹത്വങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. റാഷിദ് ആരംഭിച്ചു. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെയും ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളുടെയും അതായത് ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ളതും ഒരു സത്യവിശ്വാസി നിസ്കാരത്തിൽ ദിവസവും 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണത്. സൂറത്തുൽ ഫാത്തിഹ ഒരു സത്യവിശ്വാസി നിസ്കാരത്തില് ദിവസവും 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതുമായ സൂറത്താണ് ഏത്? സൂറത്തുൽ ഫാത്തിഹ. അസബോ മസാനി, സൂറത്തു ഷിഫാ, സൂറത്തു ദുആ എന്നിങ്ങനെ സൂറത്തുൽ ഫാത്തിഹക്ക് ധാരാളം പേരുകളുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് അസബുൽ മസാനി, സൂറത്തു ഷിഫാ, സൂറത്തു ദുആ. നേരത്തെ നമ്മൾ പറഞ്ഞു ഉമ്മുൽ ഖുർആൻ, സൂറത്തുകളുടെ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റു പേരുകളൊക്കെ എഴുതാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതുക. ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഹത്തം ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. ഖുർആനിൻ്റെ ഹൃദയം കൽബുൽ ഖുർആൻ എന്നാണ് അതിൻ്റെ സ്ഥാനപ്പേര്. കൽബുൽ ഖുർആൻ എന്നാണ് അതിൻ്റെ സ്ഥാനപ്പേര്. റാഷിദ് മോൻ പറഞ്ഞു തീർന്നപ്പോഴേക്കും മുർഷിദ മോൾ ചോദിച്ചു, സൂറത്ത് യാസീൻ അല്ലേ അത്? ഞാൻ എന്നും പാരായണം ചെയ്യാറുണ്ടല്ലോ. അപ്പം സൂറത്ത് യാസീൻ എന്താണ്? കൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൂറത്തുൽ യാസീൻ. മാച്ച് ചെയ്യാനൊക്കെ വരും. സൂറത്തു യാസീന്, കൽബുൽ ഖുർആൻ, അങ്ങനെ മാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ എക്സാമിന് വരും. മനസ്സിലാക്കി പഠിക്കട്ടാ. അതെ, സൂറത്ത് യാസീൻ തന്നെ. മരണാസന്നയായ ആളുടെ അടുത്ത് വെച്ചും മരണപ്പെട്ട ആൾക്കു വേണ്ടിയും സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ, ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ. മനസ്സിലാക്കുക. 30 ആയത്തുള്ള ഒരു സൂറത്ത് എൻ്റെ ഉമ്മത്തിലെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിപ്പുണ്ടായിരുന്നെങ്കിൽ. എന്താണ്? 30 ആയത്തുള്ള ഒരു സൂറത്ത് എൻ്റെ ഉമ്മത്തിലെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിരുന്നു. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നതുവരെ ശഫാഅത്ത് ചെയ്യുന്ന സൂറത്താണത്. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നതുവരെ ശഫാഅത്ത് ചെയ്യുന്ന സൂറത്താണത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുഞ്ചിയ, മാനിയ എന്നെല്ലാം അതിന് പേരുകളുണ്ട്. മുഞ്ചിയ, മാനിയ എന്നൊക്കെ അതിന് പേരുണ്ട്. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നത് വരെ ഷഫാഅത്ത് ചെയ്യുന്ന സൂറത്താണത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുഞ്ചിയ, മാനിയ എന്നെല്ലാം അതിന് പേരുകളുണ്ട്. ആ സൂറത്ത് പാരായണം ചെയ്യാതെ ഒരു രാത്രിയും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറില്ലായിരുന്നു. റാഷിദിൻ്റെ സംസാരം തീരും മുമ്പ് വീട്ടുകാർ ഒരുമിച്ച് പറഞ്ഞു സൂറത്തുൽ മുൽക്ക്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചു. എന്തായിരുന്നു? 30 ആയത്തുള്ള ഒരു സൂറത്ത് എൻ്റെ ഉമ്മത്തിൽ എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിപ്പുണ്ടായിരുന്നെങ്കിലെന്ന്. ആ സൂറത്താണേത്? സൂറത്തുൽ മുൽക്ക്. മനസ്സിലാക്കുക. സൂറത്തുൽ മുൽക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചത്. അത് ഒരു രാത്രി പോലും പാരായണം ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറില്ലായിരുന്നു. മനസ്സിലാക്കുക. സൂറത്തുൽ മുൽക്ക്, തബാറക്ക സൂറത്ത് എന്ന് ചിലവർ പറയും. അപ്പോൾ മനസ്സിലാക്കട്ടോ. അപ്പോൾ എടുത്ത് നോക്കാം. മൻ ഖറഅ സൂറത്തുൽ വാഖിയ
ലം തുസിബുഹു ഫാഖത്തൻ അബദൻ. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവന് ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല എന്ന് ഹദീസിലുണ്ട്. ഖുർആനിലെ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. നിസ്കാരശേഷവും രാവിലെയും വൈകിട്ടും അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ ആയത്തുൽ കുർസി പതിവാക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഖുർആനിലെ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണെന്ത്? ആയത്തുൽ കുർസി. അപ്പോൾ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏത്? ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ആയത്തുൽ കുർസിയാണ്. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നിസ്കാരശേഷവും രാവിലെയും വൈകുന്നേരവും അങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ ആയത്തുൽ കുർസി പതിവാക്കല് സുന്നത്തുണ്ട്. മനസ്സിലാക്കുക. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ആമനർ റസൂലു രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷറുകളിൽ നിന്നുള്ള രക്ഷക്കോ അത് തന്നെ മതി. എന്താണ്? ആമനർ റസൂല് രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷറുകളിൽ നിന്നുള്ള രക്ഷക്കോ അത് തന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. റാഷിദ് മോൻ്റെ അവതരണം ഗംഭീരമായി ഈ സൂറത്തുകളും ആയത്തുകളും പതിവായി പാരായണം ചെയ്യുമെന്ന തീരുമാനത്തോടെ അതിനുള്ള തൗഫീക്കിനു വേണ്ടി അവർ ദുആ ചെയ്തു. അപ്പോൾ ഖുർആനിലെ ഏതാനും സൂറത്തുകളും അതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം ശരി അടയാളപ്പെടുത്താനാണ്. ഒന്നാമത്തെ എന്താണ്? സൂറത്തുൽ ദുആ എന്ന പേരുണ്ട്. എന്തിനായിരുന്നു? സൂറത്തുൽ ഫാത്തിഹക്കാണ് സൂറത്തുൽ ദുആ എന്ന പേരുള്ളത്. അടുത്തത്, ഒരു തവണ പാരായണം ചെയ്താൽ 10 തവണ ഹത്തം ചെയ്ത പ്രതിഫലം ലഭിക്കും. ഏതിനായിരുന്നു? സൂറത്തു യാസീന്. കൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്. ഒക്കെ ചോദ്യം വന്നാൽ അതിനൊക്കെ ആൻസർ എന്താണ്? സൂറത്ത് യാസീനാണ്. മനസ്സിലാക്കുക. അടുത്ത്, മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. അതും സൂറത്ത് യാസീൻ തന്നെയാണ്. മനസ്സിലാക്കുക. എന്താണ്? ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ. അടുത്തത് എന്താണ്? ദോഷങ്ങൾ പൊറുക്കുന്നത് വരെ ഷഫാഅത്ത് ചെയ്യുന്ന സൂറത്ത് സൂറത്തുൽ മുൽക്ക്. ദോഷങ്ങൾ പൊറുക്കുന്നത് വരെ ഷഫാഅത്ത് ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എത്രയാണ്? പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ 6000-ൽ പരം ആയത്തുകളുണ്ട് ഖുർആനിൽ. 6000-ൽ പരം ആയത്തുകൾ. മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുകളുടെ എണ്ണം 114 സൂറത്തുകളുണ്ട് ഖുർആനിൽ. 114 സൂറത്തുകൾ. അടുത്ത, ഉമ്മുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? അൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അങ്ങനെ എഴുതാം. അടുത്ത, സൂറത്തുൽ ഫാത്തിഹ ഒരു സത്യവിശ്വാസി നിസ്കാരത്തിൽ ഒരു ദിവസം നിർബന്ധമായും എത്ര തവണ പാരായണം ചെയ്യണം? എത്രയാണ്? 17 തവണ. 17 തവണ പാരായണം ചെയ്യണം. അടുത്തത്, കൽബുൽ ഖുർആൻ എന്നു പേരുള്ള സൂറത്ത് ഏത്? കൽബുൽ ഖുർആൻ എന്നു പേരുള്ള സൂറത്ത് സൂറത്തു യാസീൻ. സൂറത്തു യാസീനാണ്. അടുത്തത്, മുൻജിയ മാനിയ എന്നു പേരുള്ള സൂറത്ത് ഏത്? മുൻജിയ മാനിയ എന്നൊക്കെ സൂറത്തുള്ള സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക്. മനസ്സിലാക്കുക. പാരായണം ചെയ്യുന്നവന് ദാരിദ്ര്യം പിടിപെടില്ല. ഏത് സൂറത്താണ്? സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ. അടുത്തതാ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി. മനസ്സിലാക്കുക. അടുത്ത, നുജ്ബ്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സൂറത്തുൽ ഫാത്തിഹക്ക് പറയപ്പെടുന്ന മറ്റു പേരുകൾ എഴുതണം. മറ്റു 4 പേരുകൾ എഴുതണം. ഇവിടുന്ന് പറയുന്നുണ്ട്, സബോ മസാനി, സൂറത്തു ഷിഫാ, സൂറത്തു ദുആ, പിന്നെ ഉമ്മുൽ ഖുർആൻ. സൂറത്തുകളുടെ ഉമ്മുൽ ഖുർആൻ. ഇങ്ങനെ 4 പേര് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം.
അടുത്ത സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച 2 സന്ദർഭങ്ങൾ. എപ്പോഴൊക്കെയാണ് യാസീന് പാരായണം ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്? ഇവിടുന്ന് ഏതാ? മരണാസന്നയായ ആളുടെ അടുത്ത് വെച്ചും മരണപ്പെട്ട ആൾക്ക് വേണ്ടിയും സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. മരണാസന്നയായ ആളുടെ അടുത്ത് വെച്ചും മരണപ്പെട്ട ആൾക്ക് വേണ്ടിയും സൂറത്ത് യാസീൻ പാരായണം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്തത് ആമനർ റസൂല് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? രാത്രിയിൽ പാരായണം ചെയ്താൽ പുലരുവോളം സുന്നത്ത് നിസ്കരിക്കുന്നതിനോ രാത്രിയിലെ എല്ലാവിധ ഷർറുകളിൽ നിന്നുള്ള രക്ഷക്കോ അതുതന്നെ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് നക്തുബുൽ ഫിക്ർ ഗണ്ണിക എഴുതാനാണ് സൂറത്തുൽ മുൽക്കിൻ്റെ മഹത്വം ഒരു ഗണ്ണികയാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 30 ആയത്തുള്ള ഒരു സൂറത്ത് എൻ്റെ ഉമ്മത്തിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ സൂക്ഷിപ്പുണ്ടെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചിരുന്നു. ഒരാളുടെ ദോഷങ്ങൾ പൊറുക്കുന്നത് വരെ ഷഫാഅത്ത് ചെയ്യുന്ന സൂറത്താണത്. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മൊഞ്ചിയ, മാനിയ എന്നെല്ലാം അതിന് പേരുകളുണ്ട്. ആ സൂറത്തുകൾ പാരായണം ചെയ്യാതെ ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ലായിരുന്നു. അപ്പോൾ ഇത്രയും എഴുതിയിട്ട് ഒരു പാരഗ്രാഫ് പൂർത്തിയാക്കുക. അപ്പോൾ പാരഗ്രാഫ് തുടങ്ങുമ്പം സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമാണ് പറഞ്ഞത് എന്നൊക്കെ ചേർത്ത് തുടങ്ങാം. അടുത്ത സൂറത്തുൽ വാക്കിയയുടെ മഹത്വം. വാക്കിയ സൂറത്തിൻ്റെ മഹത്വമാണ്. വാക്കിയ സൂറത്തിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞു. മൻ ഖറഅ സൂറത്തു വാക്കിയ ലം തുസിബ്ഹു ഫാഖത്തുൻ അബദൻ. സൂറത്തുൽ വാക്കിയ പാരായണം ചെയ്യുന്നവന് ഒരിക്കലും ദാരിദ്ര്യം പിടിപെടില്ല എന്ന് ഹദീസിലുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക, പഠിക്കുക. അടുത്ത തഹസീസ് നഖ്റ സൂറത്തുൻ നിസാ 122 മുതൽ 176 വരെയുള്ള ആയത്തുകൾ തജ്വീദ് നിയമത്തോടെ പാരായണം ചെയ്യാൻ. പിന്നെ നഖ്റ സൂറത്ത് യാസീന്, മുൽക്ക്, വാക്യ ഈ 3 സൂറത്തുകളും തജ്വീദ് നിയമത്തോടെ പാരായണം ചെയ്യുക. നഹ്ഫൽ മനപ്പാഠമാക്കാൻ സൂറത്ത് യാസീന് 79 മുതൽ 83 വരെയും സൂറത്തുൽ വാക്കിയ 91 മുതൽ 96 വരെയും മനപ്പാഠമാക്കുക. അപ്പോൾ ഇത്രയാണ് തജ്വീദുൽ ഖുർആൻ പാഠഭാഗങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. എല്ലാവരും നന്നായി മനസ്സിലാക്കി ഉപകാരപ്പെടുത്തി പഠിക്കുക. എക്സാമിന് അധിക സമയമില്ല. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.